ടു ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടാക്സോണമിക്കൽ എയ്ഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ടാക്സോണമിക്കൽ കാറ്റഗറീസും ടാക്സോൺ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ടാക്സോണിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമെക്കുറിച്ച് റിസർച്ച് നടത്തുമെങ്കിൽ ആ പർട്ടിക്കുലർ ടാക്സോണിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരം നൽകാനായിട്ട് അതിന് ഫുൾ എല്ലാത്തിലും കൂടെ അന്വേഷിക്കാൻ പോകുന്നത് നല്ലതാണ്. ഇതുപോലെ ഓരോ സഹായികൾ ഇങ്ങനത്തെ ഓരോ ഇത് ഉപയോഗിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇപ്പോൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് ആയിട്ട് വരുന്നത് ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, മ്യൂസിയം, സുവോളജിക്കൽ പാർക്സ്, കീ, ഫ്ലോറ, മോണോഗ്രാഫ്, കാറ്റലോഗ്, മാനുവലൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹെർബേറിയം. ഹെർബേറിയം നമുക്കറിയാം, സ്റ്റോർ ഹൗസ് ഓഫ് പ്ലാന്റ് specimen that are dried, pressed and preserved on sheet and arranged according to the universally accepted classification. അതായത് അതൊരു സ്റ്റോർ ഹൗസ് ഓഫ് പ്ലാന്റ് ആണ്. പ്ലാന്റ് സ്പെസിമെൻസിനെ നമ്മൾ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് ഷീറ്റിലാക്കി സൂക്ഷിക്കുക. ഇത് നമ്മൾ പണ്ട് ഇതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, വർക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അസൈൻമെൻ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാന്റിനെ നമ്മൾ ഡ്രൈ ചെയ്ത് അതിനെ പ്രസ് ചെയ്ത് നമ്മളൊരു ഷീറ്റിൽ അതിനെ അങ്ങനെ സൂക്ഷിക്കും. അപ്പോൾ അതിൻ്റെ എങ്ങനെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ഷീറ്റ്സ് ആക്കി സൂക്ഷിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹെർബാറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെർബേറിയത്തിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡേറ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ പ്ലേസ് ഓഫ് കളക്ഷൻ, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, കളക്ടേഴ്സ് നെയിം, ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ഹെർബേറിയത്തിൽ ആ പ്ലാന്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നത്. എന്തൊക്കെയായിരിക്കും? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ ആൻഡ് ഇംഗ്ലീഷ്, ലോക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ നെയിംസ്, ഫാമിലി, കളക്ടേഴ്സ് നെയിം, ഇത്രയും കാര്യങ്ങൾ ആ ഹെർബേറിയത്തിൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് പെട്ടെന്ന് ഒരു റെഫറൻസ് ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയ്ഡാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഹെർബേറിയം നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ്, പ്ലേസ് ഓഫ് കളക്ഷൻ, ഇംഗ്ലീഷ്, ലോക്കൽ, ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, കളക്ടേഴ്സ് നെയിം ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു എയ്ഡാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഇസ് കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ്. ഇവിടെ ലിവിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. നേരത്തെ എന്ന് പറയുന്നത് ഡ്രൈഡ്, പ്രസൻറ്റ്, പ്രിസർവ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ്. ഇവിടെ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ റെഫറൻസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ലേബിൾഡ് വിത്ത് ബൊട്ടാണിക്കൽ നെയിം ആൻഡ് ഫാമിലി. ബൊട്ടാണിക്കൽ നെയിമും ഫാമിലിയും വെച്ചിട്ട് ലേബൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിനെ ചെന്ന് കണ്ട് നേരിട്ട് അതിൻ്റെ അത് ലിവിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് കണ്ടിട്ട് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും ഇത് വെച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താനുള്ള ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു എക്സിറ്റീവ് കൺസർവേഷനാണ്. എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ തന്നെ നമ്മളങ്ങനെ അവരെ അവിടെ നിന്ന് മാറ്റാണ്ട് നമ്മളതിനെ കൺസേർവ് ചെയ്യുന്നതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ഓരോ പ്ലാന്റ് സ്പീഷീസിനെ വെച്ചിട്ട് അതിനെ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും ഫാമിലി നെയിമൊക്കെ കൊടുത്ത് നമ്മൾ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ എക്സിസ്റ്റീവ് ആയിട്ട്, അതായത് അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അതൊരു എക്സിറ്റീവ് കൺസർവേഷനാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഗാർഡനാണ് ക്യൂ ഇൻ ഇംഗ്ലണ്ട്. ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ക്യൂ ഇൻ ഇംഗ്ലണ്ട്. അതാണ് ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതുപോലെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, അതാണ് ഇന്ത്യയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ ആൻഡ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ ആൻഡ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. ഓക്കെ, ഇനി നമ്മൾ അറിയാവുന്ന ഏതാണ് മ്യൂസിയം എന്ന് പറയുന്നത്. മ്യൂസിയത്തിൽ നമ്മൾക്ക് പോയിട്ടുണ്ട്. അവിടെ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒരു പ്രിസർവ്ഡ് ഫോമിലാണ് നമുക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു ചെറിയൊരു രീതിയിലൊരു ബയോളജിക്കൽ മ്യൂസിയംസ് എല്ലാ സ്കൂളിലും കാണാം. ഇപ്പോൾ സുവോളജി ലാബൊക്കെ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ജാറിലൊക്കെ ഇട്ടിട്ട് ഓരോന്നിങ്ങനെ പ്രിസർവ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളതാണ് മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മൾ പ്രിസർവ് ചെയ്യുന്നു പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ ആയിട്ട്. അപ്പോൾ
ഈ സ്പെസിമെൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടെയ്നേഴ്സിലും ജാർസിലും പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിലും ഒക്കെ ഇട്ട് വെക്കുന്നു, നമ്മുടെ ലാബിൽ കാണുന്ന പോലെ. അതുപോലെ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ ഡ്രൈഡ് സ്പെസിമെൻസ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസെക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കളക്ട് ചെയ്ത് ദെൻ കില്ലിങ് ആൻഡ് പിന്നിങ്, കളക്ട് ചെയ്യുക, അതിനെ കൊല്ലുക, പിന്നെ അതിനെ നമ്മൾ പിൻ ചെയ്ത് ഇൻസെക്റ്റ് ബോക്സിലാക്കി. ഇൻസെക്റ്റ് ബോക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് കളക്റ്റിങ്, കില്ലിങ് ആൻഡ് പിന്നിങ്, അങ്ങനെയാണ് നമ്മൾ ഇൻസെക്ട്സിനെയൊക്കെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത്. അതുപോലെ ലാർജ് ആനിമൽസും ബേർഡ്സും ഒക്കെ ആണെങ്കിൽ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പം മ്യൂസിയത്തിൽ ആനിമൽസിൻ്റെ സ്കെൽറ്റനും കാണാൻ പറ്റും. അപ്പം മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒരു പ്രിസർവ്ഡ് ഫോമിലുള്ള കളക്ഷനാണ് മ്യൂസിയത്തിലുള്ളത്. ഇൻസെക്റ്റ് അതിൽ സ്പെസിമെൻസിനെ ആണെങ്കിൽ നമ്മൾ ജാറിൽ കണ്ടെയ്നറിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷനിലൊക്കെ ഇട്ട് പ്രിസർവ് ചെയ്യും. അതുപോലെ ഇൻസെക്റ്റിനെ ആണെങ്കിൽ നമ്മൾ കളക്റ്റിംഗ്, കില്ലിങ് ആൻഡ് പിന്നിങ്, അങ്ങനെ ഇൻസെക്റ്റ് ബോക്സിലിട്ട് കളക്ട് ചെയ്യും. അതുപോലെ വലിയ ലാർജ് ആനിമൽസിലേക്ക് ആണെങ്കിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യും. അതുപോലെ തന്നെ സ്കെൽറ്റൻ, വലിയ ആനിമൽസിൻ്റെയൊക്കെ സ്കെൽറ്റൽ സിസ്റ്റവും നമ്മൾ മ്യൂസിയത്തിൽ വെക്കാറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ആനിമൽസിനെയൊക്കെ പറ്റിയിട്ട് സ്റ്റഡി നടത്താനൊക്കെ മ്യൂസിയം വളരെ ഉപകാരമാണ്. ഇനി അടുത്തതാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. സുവോളജിക്കൽ പാർക്ക് അറിയാം, zoological park or zoo, then place where live wild animals are kept in protected environments under human care. അതായത് നമുക്ക് ജീവനോടെയുള്ള ആനിമൽസിനെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സിൽ ഹ്യൂമൻ കെയറിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് വെക്കുന്ന സ്ഥലങ്ങളെയാണ് സൂ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവനുള്ള വൈൽഡ് ആനിമൽസിനെയാണ് കാണാൻ പറ്റുന്നത്, പക്ഷേ അതൊരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തിനൊക്കെ സഹായിക്കും? അവരുടെ ബിഹേവിയറും അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ടാണ് സുവോളജിക്കൽ പാർക്ക് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലയണിനെ കാണുവാണെങ്കിൽ തന്നെ ലയൺ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് നമുക്കതിനെ പേടിയില്ലാണ്ട് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതും ഒരു എക്സിറ്റീവ് കൺസർവേഷനാണ്. അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിന് പുറത്തായിട്ടാണ് നമ്മൾ ഇവനെ കൊണ്ട് വെക്കുന്നത്, പക്ഷേ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മളൊരു എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് അവരുടെ ബിഹേവിയറും അവരുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് സുവോളജിക്കൽ പാർക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സൂവിൽ നമുക്ക് ഒരു ഓർഗാനിസത്തിന് സിമിലർ ആയിട്ടുള്ള നാച്ചുറൽ എൻവയോൺമെൻറ്റ് തന്നെയാണ് സുവോളജിക്കൽ പാർക്സിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് കീ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓർഗാനിസം ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അതായത് ഡിസിമിലാരിറ്റീസിനെ വെച്ചിട്ട് നമ്മളൊരു ഒരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണെന്ന് പറയുമ്പോൾ അതൊരു സിമിലാരിറ്റി അല്ല, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ അല്ല, അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു ഡിസിമിലാരിറ്റി. അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് വരും. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് തരും, രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ് ഇതല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഓപ്ഷൻ വരും, അങ്ങനെ മറ്റത് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും വെച്ച് നമ്മളൊരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് കീയിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ജനറലി ഇൻ എ പെയർ, ഒരു പെയർ ആയിട്ടാണ് നമുക്ക് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ തരുന്നത്. ആ പെയറിനെയാണ് നമ്മൾ കപ്ലെറ്റ്, അതായത് കപ്പിൾസ് എന്ന് നമുക്ക് പറയില്ല, അതുപോലെ ഓർത്തിരിക്കാം. കപ്ലെറ്റാണ് ഒരു പെയറിന് നമ്മൾ പറയുന്നത്. കപ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ അല്ല എന്ന് പറയുന്നത് ആ രണ്ടും ഒരു ഓപ്പോസിറ്റ് ഓപ്ഷനാണ്. ആ രണ്ട് ഓപ്ഷനെയാണ് നമ്മൾ കപ്ലെറ്റ് എന്ന് പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കീ ഇസ് കോൾഡ് ലെറ്റ്. അതായത് അതിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതിൽ ഏതെങ്കിലും നമ്മൾ ഒരെണ്ണം എടുക്കുമല്ലോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ലെഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കീ ഈസ് കോൾഡ് ലെഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു കീ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓർഗാനിസം ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്, സിമിലാരിറ്റിയുടെയും ഡിസിമിലാരിറ്റിയുടെയും ബേസിൽ നമ്മളൊരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കീ എന്ന് പറയുന്നത്. അത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ആ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ പെയറായിട്ട് വരുന്നതാണ് കാണുന്നതിനെയാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. കപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ഓപ്ഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നതാണ് ലെഡ് എന്ന്. അടുത്തതാണ് ഫ്ലോറ. ഫ്ലോറ എന്ന് മീൻസ് ആക്ച്വൽ ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗീവൺ ഏരിയ. ഒരു ഗീവൺ ഏരിയയിലുള്ള പ്ലാന്റ്സിൻ്റെ ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ നൽകുന്നതാണ് ഫ്ലോറ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ മാനുവൽസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിം ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. അതായത് അത് മൊത്തം സ്പീഷീസിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും മാനുവൽസ് ഒരു ഏരിയയിലുള്ള. ഫ്ലോറ എന്ന് പറയുന്നത് അവിടെയുള്ള ആക്ച്വൽ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സിനെയൊക്കെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഫ്ലോറ തരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൻ ഏരിയ. മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിലുള്ള ഒരു സ്പീഷീസിൻ്റെ നെയിമും അതിനെ പറ്റിയുള്ള ഇൻഫർമേഷനും തരുന്നതാണ് മാനുവൽസ്. ഓക്കെ, ഇനി അടുത്തതാണ് മോണോഗ്രാഫ്. മോണോഗ്രാഫ് എന്ന് പറയുന്നത് മോണോഗ്രാഫ് കണ്ടെയ്ൻസ് എബൌട്ട് ഓൺലി വൺ ടാക്സോൺ. ഒരു ടാക്സോണിനെ പറ്റിയിട്ടുള്ള മൊത്തം ഇൻഫർമേഷനും ഒരു മോണോഗ്രാഫിൽ ഉണ്ടാവും. ടാക്സോൺ നമ്മൾ പറഞ്ഞു ഓരോ ഈച്ച് കാറ്റഗറിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോൺ എന്ന്. അപ്പോൾ ഒരൊറ്റ ടാക്സോണിനെ പറ്റിയിട്ടേ മോണോഗ്രാഫ് ഒരെണ്ണത്തിനെ പറ്റിയിട്ടേ തരുന്നുള്ളൂ. ഇനി അടുത്ത് കാറ്റലോഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആൽഫബറ്റിക്കൽ ലിസ്റ്റ് ഓഫ് സ്പീഷീസിൻ്റെ ഒരു ആൽഫബറ്റിക്കൽ ലിസ്റ്റാണ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഡിക്ഷണറിയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു സ്പീഷീസിൻ്റെ ആൽഫബറ്റിക്കൽ ലിസ്റ്റാണ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻ ഏരിയ. ഒരു ഗിവൺ ഏരിയയിലുള്ള ആ പ്ലാന്റ്സിൻ്റെ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് കരുതുന്നതാണ് ഫ്ലോറ. മാനുവൽസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ ഐഡൻറ്റിഫിക്കേഷൻ നെയിം ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. മൊത്തം സ്പീഷീസ്, ആനിമൽസ് എന്നോ പ്ലാന്റ്സ് എന്നൊന്നുമില്ല, അവിടെയുള്ള സ്പീഷീസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് മാനുവൽസ് തരും. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടാക്സോണിനെ പറ്റിയിട്ട് മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ തരുള്ളൂ. കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ആൽഫബറ്റിക്കൽ ലിസ്റ്റ് ഓഫ് സ്പീഷീസ് ആണ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഇതൊക്കെ നമുക്ക് അതായത് ഈ ടാക്സോണിനെ പറ്റിയിട്ടും ഓരോ ഓർഗാനിസത്തിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ഭയങ്കര സിമ്പിളാണ്. താങ്ക് യു.